Hi everyone, welcome to the another vlog of Miles to Go USA. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു 1 year ബാക്ക് വീഡിയോ ആണ്. ഞങ്ങൾ കഴിഞ്ഞ ഇയർ സമ്മർ കഴിഞ്ഞ് വിൻ്റർ ആകാറായ സമയത്ത് ഒരു പംകിൻ പാച്ചിന് പോയപ്പോഴത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 45 to 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു ഈ ഫാമിലേക്ക്. ആ ഫാമിലേക്ക് പോയ വീഡിയോ ആണ്. ഞങ്ങളും എൻ്റെ മമ്മി ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു മമ്മിയും, പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടും അവരുടെ ഫാമിലി കൂടെയാണ് ഞങ്ങൾ പോയിരുന്നത്. ഫാമിൻ്റെ പേരാണ് വോങ് തോങ് ഫാം. ആ ഫാമിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ, പാർക്കിംഗ് ലോട്ട്, അവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ് കയറുന്നത്. ചെന്നപ്പോഴത്തെ സമയം ഞാൻ പറഞ്ഞല്ലോ സമ്മർ ആണോയെന്ന് ചോദിച്ചാൽ യെസ്, ബട്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈം. അപ്പം അതിൻ്റേതായ ഒരു തണുപ്പും കാറ്റും ഒക്കെ സ്റ്റാർട്ടായിരുന്നു. എല്ലാവരും കോട്ടൊക്കെ ഇട്ടാണ് ഇറങ്ങിയേക്കുന്നത്. പിള്ളേർ ചെന്നപ്പം തന്നെ ഭയങ്കര ഹാപ്പിയായി. ഇവിടെ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. പെർ പേഴ്സൺ 25 ആണോ 30 ആണോ ആ ഒരു ഇത്രയും $ആയിരുന്നു. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ടാഗ് കൊടുക്കും. ഇത് നമ്മൾ ബ്രേസ്ലെറ്റ് പോലെ ഇട്ടിട്ടാണ് നമ്മൾ കയറുന്ന ഫാമിലേക്ക്. കയറുമ്പോൾ തന്നെ കാണാൻ മാത്രം ജസ്റ്റ് ഇങ്ങനെ കോഴി, ആട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ കണ്ട് പിള്ളേർ ഹാപ്പി ആയിട്ടാണ് അകത്തോട്ട് കയറിപ്പോകുന്നത്. മമ്മിക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ പംകിൻ പാച്ച് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ പോയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളും പോകുന്ന ഒരു ഫാമിൽ ഇങ്ങനെ പംകിൻ പാച്ചിന് വേണ്ടി. സോ ലെറ്റ്സ് ഗോ. അകത്തുനിന്ന് അപ്പം തുടക്കത്തിലെ ഇങ്ങനെ ആട് ഉണ്ടായിരുന്നു. എനിക്ക് ആടായിട്ട് ഇതിനെ തോന്നുന്നത് ആടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, കോഴി ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ അതിനെയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് അകത്തോട്ട് പോവുകയാണ്. അകത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയ പംകിൻ. ആ ഒരു പംകിന് ഒരു ഇതിപ്പുണ്ട്. ഒരു ഫാർമർ പംകിൻ എന്ന് വേണം പറയാൻ. നമ്മളെ വെൽക്കം ചെയ്യുന്ന കാര്യങ്ങൾ വെൽക്കം പറയും. അതിൽ നിന്നാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അകത്ത് ചെല്ലുമ്പോൾ തന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, ഡക്ക് റേസ് ഉണ്ടായിരുന്നു, പിന്നെ ബോൾ കൊണ്ടുള്ള കളി ഉണ്ടായിരുന്നു, പിന്നെ സൈക്കിൾ റൈഡ് ചെയ്യുന്നിടമുണ്ട്, പിന്നെ കുറച്ചുകൂടെ വലിയ പിള്ളേർക്ക് ഗോക്കാർട്ട് പോലെ, അത്രയും ഇല്ല എന്നാലും ഇച്ചിരി സ്ലോ ആയിട്ടുള്ളത് കുറച്ചുകൂടെ വലിയ പിള്ളേർക്കുള്ളതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഏരിയ. അത് ഇച്ചിരി ഫണ്ണായിരുന്നു. കാരണം പിള്ളേരെ നമ്മൾ അവിടെ നിന്ന് വലിച്ച് അടുത്തടുത്തോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി പാടായിരുന്നു. കാരണം ഒന്നും ഇഷ്ടപ്പെട്ട അവിടെ നിൽക്കുന്ന രീതിയിലായിരുന്നു പിള്ളേരുടെ കളി. അത് കഴിഞ്ഞ് അതിനകത്ത് വേറൊന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ നാട്ടിലെ JCB പോലെ മണ്ണ് വാരി വേറൊരിടത്തോട്ട് മാറ്റുന്നത്. സോ അതൊരു സത്യം പറഞ്ഞ ഒരു നല്ല കളിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അവർക്ക്. കാരണം അവർ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് കളിക്കുന്ന ഒരു സംഭവമായിരുന്നു. അവർ തന്നെ എന്തോ ചെയ്തു എന്ന് തോന്നുന്നു, ഒരു ഇവിടുന്ന് മണ്ണ് കോരി അപ്പുറത്തിട്ടു എന്ന് ചെയ്തു എന്ന് തോന്നുന്ന ഒരു രീതിയിൽ തോന്നുന്നൊരു ഇതായിരുന്നു. അതായിപ്പം കാണുന്നത്. അവിടുന്ന് ഒക്കെ അടുത്തടുത്തോട്ട് കൊണ്ടുപോകാനും നല്ല പാടുണ്ടായിരുന്നു. പിന്നെ ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ബോൾ എറിയുക, പിന്നെ പശുവിൻ്റെ രീതിയിലുള്ളത് ഉണ്ടാക്കി വെക്കുക, പിന്നെ ഒത്തിരി വെറൈറ്റിയിലെ പംകിൻസ് കാണാനുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് അവർ തന്നെ ഉണ്ടാക്കിക്കുന്ന ബട്ടർ, അതിൻ്റെ പിന്നെ സോസസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചെറിയ സ്റ്റാൾ പോലെ നമുക്ക് അവിടെ നിന്ന് അത് വാങ്ങിക്കാൻ പറ്റും. കുറച്ച് എമൗണ്ടൊക്കെ ആകുന്നുള്ളൂ. പിന്നെ കുറേ ഷേപ്പിലുള്ള പംകിൻസ് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. അതിനൊക്കെ തുച്ഛമായ എമൗണ്ടേ ആകുന്നുള്ളൂ. ലൈക്ക് $3 അങ്ങനെയൊക്കെയാണ് ആയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകാം. പിന്നെ അതിൻ്റെ ഒരു ഓപ്പൺ നല്ല ഒത്തിരി സ്ഥലമുണ്ട്. അതിൽ ഓപ്പൺ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ട്രക്കിൽ ഇവരിങ്ങനെ ഓപ്പണായിട്ടുള്ളൊരു മ്യൂസിക് ഫെസ്റ്റിവൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. സോ ഇഷ്ടമുള്ളവർക്ക് അവിടെ നിന്ന് പാട്ട് കേൾക്കാം, ഡാൻസ് കളിക്കാം, കൂടെ പാടാം. അവരതിനൊക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് വോങ് തോങ് ഫാം എന്ന് ഞാൻ പറഞ്ഞത്, അത് എഴുതിയിട്ടുണ്ട് അവിടെ. അങ്ങനെ ഉണ്ടായിരുന്നു. സോ പിള്ളേരും ഞങ്ങളും ഇച്ചിരി നേരമൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അവർ ഇച്ചിരി നേരമൊക്കെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ തണുപ്പ് കാരണം അവിടുന്ന് നമ്മൾ മാറി. തണുപ്പെന്ന് വെച്ചാൽ സ്നോഫോളോ ഒന്നുമല്ല, കാറ്റടിക്കുന്നൊരു തണുപ്പ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് നീങ്ങുകയാണ്. അങ്ങോട്ട് പോകുമ്പം ബബിൾസ് ഉണ്ടാക്കുന്നത്, പിന്നെ ഇങ്ങനെ സ്ട്രോമേസ്, പിന്നെ ഒരു എന്തോ തന്നെ പറയുന്നത് എനിക്കറിയത്തില്ല, ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മുടെ കോഴിയുടെ മുട്ട താഴെ ഇടാതെ കൊണ്ടുപോകുന്ന ഒരു കളി. ഞാൻ ആദ്യമായിട്ട് കാണും അതൊക്കെ ഞങ്ങളും കളിച്ച് കുറച്ച് നേരം ഇരുന്ന്. പിന്നെ ഇത് കാണിക്കുന്ന ഒരു ചിക്കൻ ഷോയാണ്. അവിടെ പിള്ളേർക്ക് പോയിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പാട്ടിട്ടേക്കാണ്. സോ പിള്ളേർക്ക് അതിനുള്ള പാട്ട് കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുന്ന പോലെ അവർക്കതിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സെക്ഷനായിരുന്നു അത്.
അവിടെ ഹാപ്പി ആയിട്ട് പിള്ളേരിരുന്നു. പിന്നെ ഫാമേഴ്സിൻ്റെ മാർക്കറ്റായിട്ടും ഫാമേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ അവിടെ ട്രാക്ടേഴ്സും ഇങ്ങനെ കോൺ മീൽസും ഒക്കെ ഉണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കോൺ മീൽസിലേക്കാണ്. അവർ നമുക്കൊരു പറഞ്ഞു തരും, കൂടെ നമുക്ക് അതിലൊരു മാപ്പ് കൂടെ തരും. സോ എൻട്രി ഒരിടത്തും എക്സിറ്റ് ഒരിടത്തുമാണ്. എൻട്രി കൂടെ കയറി കൺഫ്യൂസിങ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നോക്കി കറക്റ്റ് ആൻസർ കിട്ടുന്ന വഴിക്ക് നമുക്ക് വേ കിട്ടും. ആ വേ നോക്കിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി എന്നുള്ളത് ശരിയാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റി, വഴിതെറ്റി, പിന്നെയും തിരിച്ചു വന്നു. പിന്നെ വഴിതെറ്റിയ ഒരു ജീവിതമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയൊരു പേടിയൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അടുത്ത വഴിയിലേക്ക് വീണ്ടും നടന്നു. വലിയ ആളായിട്ട് മമ്മി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ പകുതി വഴിയിട്ട് മമ്മി പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, മക്കൾ നടന്നു, മമ്മി ഒരിടത്തിരുന്നു. അതങ്ങനെ മമ്മി ഞങ്ങളെ കൈ ഒഴിഞ്ഞു, മമ്മി ഒരിടത്ത് മാറിയിരുന്നു. ഇത്രയും വിളഞ്ഞ കോണുള്ളിടത്ത വഴിക്കാണ് ഞങ്ങൾ ഈ കോൺ മീസ് വെച്ചേക്കുന്നത്. സോ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുക. പകുതി ഉത്തരം കിട്ടുന്നില്ല. ഞങ്ങൾ വേറെ ഫ്രണ്ടിൽ പോകുന്നവരുടെ പുറകെ പോയി നോക്കി. എന്നിട്ടൊന്നും രക്ഷയില്ലായിരുന്നു. ലാസ്റ്റ് ഒരു വിധത്തിൽ ഒപ്പിച്ച് ഇതാണ് അതിൻ്റെ മാപ്പ്. എൻട്രിയും എക്സിറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്നും അറിയത്തില്ല. ഞങ്ങളൊരു വഴിക്കും കയറി. പിന്നെ കുറച്ചൊക്കെ ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ പലരെയും ഇടയ്ക്കിടയ്ക്ക് കാണാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ചള്ളയൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ കൊണ്ട് ഇതിനിടയ്ക്കൂടൊക്കെ പോകാനൊരു കയ്യാങ്കളി തന്നെയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഫൺ. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. പോയി ഹാപ്പി ആയിട്ട് അതിനകത്തോടൊക്കെ കയറി ഇറങ്ങി എക്സിറ്റ് അടിച്ച് ഒരു വിധത്തിൽ വന്നു. എക്സിറ്റ് അടിച്ച് വരാമെന്ന് പകുതി വഴിക്ക് വെച്ച് മമ്മിയെ കിട്ടി. മമ്മിയോടത്ത് റെസ്റ്റ് എടുപ്പിക്കുമായിരുന്നു. അവിടുന്ന് മമ്മിയെ വിളിച്ച് ഞങ്ങൾ ഔട്ട്സൈഡ് ഇറങ്ങി വരുമായിരുന്നു. അതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത്. അന്തവും കുന്തവും ഇല്ലാത്ത കുറേ വഴികൾ, കുറേ എക്സിറ്റ്, കുറേ എൻട്രി. എവിടേക്കോ ചെന്ന് നിന്നിട്ട് ഈ വഴിയായിരിക്കും എന്ന് സന്തോഷത്തോടെ ഞാൻ നിൽക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പം അതല്ല, വിജനമായ ഒരു വഴി. പിന്നെ അവിടെ നിന്ന് നീങ്ങി അടുത്ത വഴിയിലേക്ക് പോകും. എൻ്റെ കൂട്ടുകാരി ഹാപ്പിയായിട്ട് നിൽക്കുമോ, നമ്മൾ മമ്മിയെ കണ്ടുപിടിച്ചേ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ എക്സിറ്റ് കണ്ടുപിടിച്ച് ഞങ്ങൾ വെളിയിലോട്ട് ഔട്ട്സൈഡ് വരുന്ന വീഡിയോ ആണത്. അവർക്ക് നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് കുറച്ച് മുമ്പ് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു നല്ലൊരു സെക്ഷനായിരുന്നു ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ ഈ കാണിക്കുന്നുണ്ട് ഒരു ട്രാക്ടർ പുള്ളാണ്. നമ്മുടെ ടീമിലുള്ള ബലം ആർക്കൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. പിള്ളേരൊരു സെക്ഷനിൽ നിന്ന് വലിച്ചു, അച്ഛനൊരു സെക്ഷനിൽ നിന്ന് വലിച്ചു. അനങ്ങണ്ടേ, ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല. പിന്നെ ഒരു സന്തോഷം, അത്രയും കഴിച്ചിട്ട് നമ്മളൊന്നുമില്ല എന്ന് മനസ്സിലായിട്ട് നമ്മുടെ അഹങ്കാരം തിരുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവമായിരുന്നു. അഹങ്കാരമൊക്കെ തീർത്ത് അതുവഴി നടുവും കളഞ്ഞ് ഇറങ്ങി വരുന്നു. മമ്മിയും ഒരു ബലപ്രയോഗം നടത്തായിരുന്നില്ല. മമ്മിയുടെ സന്തോഷത്തിന് മമ്മിയും ഒരു ബലപ്രയോഗം നടത്തി. ഞാൻ ബലപ്രയോഗം നടത്തിയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ വീണിട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. എല്ലാവർക്കും അതൊരു ഫണ്ണായിരുന്നു കേട്ടോ. പക്ഷേ വേറൊരു ഫാമിലി വന്ന്, അവിടെയുള്ള ആൾക്കാർ വന്ന് വലിച്ച് അത് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ 2 ആണുങ്ങളും കൂടെ ചേർന്നൊന്ന് ശ്രമിച്ചു. പക്ഷേ എന്നിട്ട് ഇതാ ഞാൻ പറഞ്ഞ കോഴിയുടെ മുട്ട ഈ കോഴിനകത്തിലൊന്നും വീഴാതെ പൊക്കി കോഴിയുടെ അടുത്ത് തന്നെ എത്തിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ നിറഞ്ഞ ഒരു ഗെയിമായിരുന്നു അത്. മമ്മി വിൻ ചെയ്തു. മമ്മിക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി ഒന്ന് ചെയ്ത് നോക്കാൻ ഞങ്ങളെല്ലാവരും ചെയ്തു. അവിടെ കുറേ സമയം അങ്ങനെ കളഞ്ഞു. പിള്ളേർക്ക് പിന്നെ ഇത് പറഞ്ഞു കൊടുത്ത് ഒന്ന് സെറ്റാക്കിക്കൊണ്ട് വരാൻ തന്നെ എടുത്തു കുറച്ച് നേരം. അങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ചെറിയ ചെറിയ ഇങ്ങനെ ഹോൾസ് ഉള്ളതും, പിന്നെ ഒന്ന് ഇച്ചിരി വലുതായിരുന്നു. ബിക്കോസ് അത് ഇച്ചിരി ട്രിക്കിയാണ്, ഇച്ചിരി പാടാണ് അങ്ങ് എത്തിക്കാനായിട്ട്. ബട്ട് വി ഡൺ ബോത്ത്. ഇറ്റ് വാസ് ഫൺ ടു. അവിടുന്ന് മമ്മിക്ക് ഇതിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മി ഒത്തിരി ഹാപ്പി ആയിരുന്നു. പിള്ളേരുടെ കൂടെ തന്നെ മമ്മിയും കുഞ്ഞു കൊച്ചായിട്ട് കളിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. മമ്മി ജയിച്ചു. അവിടുന്ന് പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് വിട്ടത്. നമുക്കും അങ്ങനെ ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുവഴി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ ഇപ്പം ഞാൻ പറയാം. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് പംകിൻ പാച്ചിൻ്റെ സെക്ഷനിലോട്ടും പിന്നെ ആപ്പിൾ പിക്കിങ് പിന്നെ സൺഫ്ലവർ ഫാം അങ്ങനെ 3 സെക്ഷനിലോട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷമാണ് പോയത്. അല്ലെങ്കിൽ പിള്ളേർ നമ്മൾ ഇരുത്തത്തില്ല. അവിടുന്ന് എംപനാഡ വാങ്ങിക്കാനുള്ള സ്റ്റാളുണ്ടായിരുന്നു. സോ എംപനാഡ അവിടുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്.
അങ്ങനെ അതിവിജയകരമായി ഞാനും വിജയിച്ചിരിക്കുന്നു ഗൈസ്. ഞാനും മുട്ട ഇട്ടു. അങ്ങനെ അവിടെ നിന്ന് ചേച്ചിയുടെ സന്തോഷമൊക്കെ കാണാം. എൻ്റെ കൂട്ടുകാരി മുട്ടയിട്ടതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അവളും ഒത്തിരി ഹാപ്പി ആയിരുന്നു. കുറച്ച് നേരം മെനക്കെട്ട പണിയായിരുന്നേ. ഇവിടെ നിന്നാണ് ഞങ്ങൾ എംപനാഡ വാങ്ങിച്ച് കഴിച്ചത്. പിള്ളേർക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എംപനാഡ വാങ്ങിച്ചു. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെ അടുത്ത സെക്ഷനിലോട്ട് പോകുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് ട്രാക്ടറിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളെ ഹെയർ റൈഡ്സ് ടു പംകിൻ പാച്ച്. അങ്ങോട്ട് പോകുന്നതാണ്. അതും നമുക്കിങ്ങനെ ഹെയർ ഒക്കെ ഇങ്ങനെ കെട്ടി വെച്ച് അതിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ സീറ്റിംഗ് ആണ്. അതിൽ കയറി ഇരുന്നാണ് പോകുന്നത്. അന്നേരം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ആപ്പിൾ ഇതും കാണാം, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടും കാണാം. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഫാമിലേക്ക് അകത്തേക്ക് പോകുമ്പോൾ ഒരു റെയിലൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഫാമിലേക്ക് തന്നെ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന റെയിലായിരിക്കണം. ഒരു സിംഗിൾ റെയിലാണ് ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. കാരണം ഇലകളെല്ലാം മഞ്ഞയും പച്ചയും ചുവപ്പും ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഒരു റെയിൽസ് കാണുമ്പോൾ സോ ബ്യൂട്ടിഫുൾ. നല്ലൊരു സീനിക് വ്യൂ ആയിരുന്നു അത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഏത് തരത്തിൽ ഏത് സൈസിൽ എങ്ങനത്തെ വേണം എന്ന് നോക്കിയാൽ മാത്രം മതി. അത്രയോളം പംകിൻസ്. പിള്ളേർക്ക് ഓടിക്കളിച്ച് നടക്കാൻ ഇതുപോലെ വലിയൊരു സ്ഥലം. സോ അവർ നമ്മളെ റീച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു സെക്ഷനിൽ കൊണ്ടുവന്ന് അവർ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് ഫോട്ടോസ് എടുക്കാം, ഡാൻസ് കളിക്കാം, റീൽസ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ആയിരുന്നു അത്. തിരിച്ച് ഇത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാരുടെയൊക്കെ ഞങ്ങൾ ബായ് ഒക്കെ പറഞ്ഞാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടന്നിട്ട് മമ്മി ചോദിക്കുന്നത് ഇതിലേത് മത്തങ്ങ എടുത്താൽ നല്ല മത്തങ്ങ കറി വെക്കാൻ പറ്റുന്നത് ക്ലീഷേ ചോദ്യവുമായി എൻ്റെ അമ്മ മുമ്പോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ തരുന്നൊരു ഓപ്ഷനുണ്ട്, കോൺ കാനോൺസും ആപ്പിൾ ബ്ലാസ്റ്റേഴ്സും. നമുക്ക് ഈ പൈസയ്ക്ക് ഇവിടുന്ന് ഇത് വാങ്ങിക്കാം. വാങ്ങിച്ചതിന് ശേഷം ഒരു ബാസ്ക്കറ്റിനകത്ത് നമ്മളിപ്പം 10 ആപ്പിളിനാണ് വാങ്ങിച്ചേക്കുന്നത്. 10 ആപ്പിൾ ആ ബാസ്ക്കറ്റിലിട്ട് തരും. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ ഗണ്ണിൻ്റെ അവിടെ ചെന്ന ശേഷം ഓരോ ആപ്പിളിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രയും ട്രിഗർ വലിച്ചത് ഷൂട്ട് ചെയ്യുന്നു അത്രയും ദൂരത്തേക്ക് അത് പോവുകയും പോരാ ട്രിഗർ അടിക്കുമ്പോൾ അത് നല്ലതായിട്ട് ദൂരത്തേക്ക് പോവുകയും അത് ബ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ 10 ആപ്പിൾ തുടങ്ങിയ സാധനം ഞങ്ങൾ 30 ആപ്പിളാണ് നിർത്തിയത്. കാരണം അത്രയും ഞങ്ങൾ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ വിടത്തുമില്ല. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഇനി ഒന്നിനുണ്ടായിരുന്നു സൺഫ്ലവർ ഫാം. അവിടെ ഞാൻ ഓടിപ്പോയി കയറി വന്നതല്ലാതെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ ഇതിനു വേണ്ടി ഒത്തിരി സമയം കളഞ്ഞത് കാരണം. ആരൊക്കെ വോങ്തോങ് ഫാമിൽ പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. Hope you guys like our video. Please subscribe, like and share. Thank you so much. Bye. See you in the next vlog.